CPM അതിൽ ഒരു മുഴം മുന്നേ എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവർ പുതിയൊരു വെബ്സൈറ്റ് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ PR-നെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയി സ്വന്തമായ ഒരു വെബ്സൈറ്റ്, ഇരുണ്ട കാലം എന്നാണ് അതിന് പേര്. അപ്പം irundakalam.com എന്ന് നമ്മൾ ഇതാക്കിയാൽ നല്ല മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേ ഔട്ടായിട്ട്. ഇനിയും തിരികെ വേണോ ആ ഇരുണ്ട UDF കാലം എന്നാണ്. അപ്പം നമ്മൾ ഒരു സാധാരണ ഇപ്പം നമ്മളൊരു വെബ് സീരീസ് എന്തെങ്കിലും കാണാണെങ്കിൽ സ്കിപ്പ് ഇൻട്രോ എന്നിട്ട് നല്ല ഭാഗത്തേക്ക് പോകാൻ, ഇവിടെ സ്കിപ്പ് ടു ഡാർക്ക് പേജസ് ആണ് അതിൻ്റെ ഓപ്പണിംഗ്. അപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് ഡാർക്ക് പേജസിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ ആ പഴയ കാലഘട്ടത്തിൽ 2011 മുതൽ 2016 വരെയുള്ള UDF സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ മന്ത്രിമാരുടെ കാലഘട്ടത്തിൽ ഓരോ മന്ത്രിമാരെ എണ്ണിയോ തിരിച്ചു വരല്ലേ എന്ന് പറഞ്ഞ് മകനെ തിരിച്ചു വരല്ലേ. അപ്പം ഇബ്രാഹിം കുഞ്ഞുണ്ട്. ഇപ്പം രമേശ് ചെന്നിത്തല ആധുനികവൽക്കരണ ഫണ്ടിൽ തിരിമറി, VS ശിവകുമാർ സർക്കാർ ചെലവിൽ 6 ഡ്രൈവർമാർ, ലീഗിന് വഴങ്ങി 5ാം മന്ത്രിസ്ഥാനം, KM ഷാജി, അത് പിന്നെ MLA-മാർക്ക് വേറെ തന്നെയുണ്ട്, വർഗീയത പടർത്തുന്ന, അങ്ങനെ തകർന്നടിഞ്ഞ പൊതുവിദ്യാഭ്യാസം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ബാർക്കോഴ മുതൽ സോളാർ മുതൽ. ഇതിൽ ഏറ്റവും കൗതുകം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാലയളവിലുള്ള എല്ലാ ചാനലുകളുടെയും റിപ്പോർട്ടുകൾ സഹിതം അന്ന് നമ്മൾ ഓരോ വാർത്താ മാധ്യമങ്ങളും എന്തൊക്കെ റിപ്പോർട്ട് ചെയ്തോ അതിൻ്റെ ശകലങ്ങളൊക്കെ ചേർത്ത് ഒരു കംപ്ലീറ്റ് സ്റ്റോറി, ആ കാലയളവിൽ ഉയർന്ന ആരോപണങ്ങൾ, വികസന പതിപ്പം, ഗെയില് അത് നിലച്ചുപോയ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു ഇരുണ്ട കാലം എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ്. അതിന് നല്ല രീതിയിൽ സ്വീകാര്യത, ഇപ്പം MLA-മാരൊക്കെ അത് ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആശ്രമത്തിൽ മറന്നുപോയ പഴയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് മാത്രമല്ല ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സതീശന്റെ നുണകൾ എന്ന് പറഞ്ഞിട്ട് ഒരു Facebook പേജും തുടങ്ങിയിട്ട് ഓരോ ദിവസത്തെ സതീശന്റെ വാർത്താ സമ്മേളനം, VD സതീശന്റെ വാർത്താ സമ്മേളനത്തിലെ നുണകൾ, അതിലെ വസ്തുത എന്താണ്, അങ്ങനെ ഈ 2 രീതിയിൽ പുതിയ ഒരു ന്യൂ ഏജ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ സാധാരണഗതിയിൽ മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് വികസനത്തിനാണ് വോട്ട്, വികസനം പറയൂ, രാഷ്ട്രീയമല്ല വികസനം പറയൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ LDF കഴിഞ്ഞ 9 വർഷം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പല പദ്ധതികൾ അവർ വെക്കുന്നു. വിഴിഞ്ഞം വെക്കുന്നുണ്ട്, ലൈഫ് പദ്ധതി വെക്കുന്നുണ്ട്, നേരത്തെ ഗെയില്, ദേശീയപാത, സ്കൂളുകളുടെ വികസനം, ഇതെല്ലാം അവർ മുന്നോട്ട് വെക്കുമ്പോൾ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ അഴിമതിയുണ്ടോ എന്നുള്ള ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. ഏതെങ്കിലും മന്ത്രിമാർ, കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ അഴിമതി ഉണ്ടെങ്കിൽ അത് തെളിയിക്കൂ എന്ന് പറയുന്നു. അത് തെളിയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അടുത്തത്, വികസനത്തെ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതിനെതിരെ മറുപടി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവിടെ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മിണ്ടാതിരിക്കുന്നു മാത്രമല്ല, അവർ UDF മിണ്ടാതിരിക്കുന്നു. അതെ, പിന്നെ ഈ ഓരോ പദ്ധതിയും ഞങ്ങൾ എതിർക്കും, അത് പരാജയപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന സാധനമുണ്ട്. അത് കട്ട് ചെയ്ത് പ്രത്യേകം ഇറക്കുന്നുണ്ട്. അതിനല്ല, ഇതിപ്പം ചിലപ്പോൾ ഒരു നുണ പല ആവർത്തി പറഞ്ഞാൽ അത് സത്യമായി മാറും എന്നുള്ള ആ ഒരു ഹിറ്റ്ലർ മോഡൽ തന്ത്രം ഇവിടെ വില പോകില്ല എന്നാണ് ഇവർ കാണിക്കുന്നത്. കാരണം സത്യം ചെരുപ്പിടുമ്പോഴേക്കും